നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് മാഹിയിൽ പ്രൗഢോജ്വല സ്വീകരണമൊരുക്കിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. BJP നേതാവ് ഒ രാജഗോപാൽ നടത്തിയ പ്രസ്താവന വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ഒ രാജഗോപാൽ ചെയ്തതെന്നും EP. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്തെങ്ങും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കണ്ണൂരിൽ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. 1.5 കോടിയോളം രൂപയുടെ സ്വർണവുമായി 3 പേർ പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടം നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് മാഹിയിൽ പ്രൗഢോജ്വല സ്വീകരണം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കലക്ടർ അരുൺ K വിജയൻ എന്നിവർ ചേർന്ന് കണ്ണൂർ സ്ക്വാഡിനെ സ്വീകരിച്ചു. തുടർന്ന് തുറന്ന ജീപ്പിൽ കണ്ണൂരിലേക്ക് ആനയിച്ചു. 23 വർഷത്തിന് ശേഷമുള്ള കിരീട നേട്ടത്തെ അത്യാവേശത്തോടെയാണ് കണ്ണൂർ ജില്ല വരവേറ്റത്. കൊല്ലത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്തിയ ടീമിനെ ജില്ലാ അതിർത്തിയായ മാഹിയിൽ വെച്ച് വൈകിട്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ കലക്ടർ അരുൺ K വിജയൻ IAS, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, TV രാജേഷ് എന്നിവർ ചേർന്ന് ആഘോഷപൂർവ്വം ടീമിനെ തുറന്ന വാഹനത്തിൽ കണ്ണൂർ നഗരത്തിലേക്ക് ആനയിച്ചു. 6 മണിയോടെ കണ്ണൂരിലെത്തിയ ടീമിനെ വാദ്യമേളങ്ങളോടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വിപുലമായ ആഹ്ലാദ പ്രകടനവും നടന്നു. കലോത്സവത്തിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് പിന്നീട് വമ്പൻ സ്വീകരണവും വിദ്യാർത്ഥികൾക്ക് നൽകും. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കോഴിക്കോടിനെ 3 പോയിന്റിന് പിന്നിലാക്കിയാണ് കണ്ണൂർ സ്ക്വാഡ് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. BJP നേതാവ് ഒ രാജഗോപാൽ നടത്തിയ പ്രസ്താവന വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ഒ രാജഗോപാൽ ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ രൂപപ്പെട്ടുവരുന്ന BJP കോൺഗ്രസ് ഐക്യത്തിന്റെ ആരംഭമാണ്. അതിന്റെ ആദ്യത്തെ ശബ്ദമാണ് ഒ രാജഗോപാലിൽ നിന്നും ഉണ്ടായതെന്നും EP പറഞ്ഞു. കേരളത്തിലെ തലമുതിർന്ന BJP നേതാവാണ് ശ്രീ ഒ രാജഗോപാൽ. ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശ്രീ ഒ രാജഗോപാൽ ചെയ്തത്. ഇത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന BJP കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ്. അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണത്. ഈ നിലപാടാണ് കേരളത്തിൽ BJPയും കോൺഗ്രസും സ്വീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്തെങ്ങും വ്യാപക പ്രതിഷേധം. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് ടൗൺ പോലീസ് സ്റ്റേഷനിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. Let's
പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, VP അബ്ദുൾ റഷീദ്, രാഹുൽ വെച്ചിയോട്ട്, ഫർഹാൻ മുണ്ടേരി, MC അതുൽ, സുധീഷ് വെള്ളച്ചാൽ, പ്രിനിൽ മധുക്കോത്ത് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1.5 കോടിയോളം രൂപയുടെ സ്വർണവുമായി 3 പേർ പിടിയിലായി. ഇവരിൽ നിന്നും 2 കിലോയിലധികം സ്വർണമാണ് പിടിച്ചെടുത്തത്. ചൊവ്വാഴ്ച പുലർച്ചെ ദോഹയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കൊയിലാണ്ടി സ്വദേശി ഗിരീഷ്, ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ വയനാട് സ്വദേശി സിയാദ്, ഷാർജയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കോഴിക്കോട് കല്ലാച്ചി സ്വദേശി മുഹമ്മദ് അലി എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. മുഹമ്മദ് അലിയിൽ നിന്നും 18 ലക്ഷം രൂപ വരുന്ന 285 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം ജീൻസ് പാൻറിന്റെ ഉൾഭാഗത്ത് പെയിന്റ് പോലെ തേച്ചു പിടിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്. വയനാട് സ്വദേശി സിയാദിൽ നിന്നും 43 ലക്ഷം രൂപ വരുന്ന 679 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയത്. പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം ഇയാൾ ധരിച്ചിരുന്ന ഷൂസിനുള്ളിൽ ഒളിപ്പിച്ചാണ് കടത്തിയത്. 75 ലക്ഷം രൂപ വരുന്ന 1200 ഗ്രാം സ്വർണമാണ് കൊയിലാണ്ടി സ്വദേശി ഗിരീഷിൽ നിന്നും പിടികൂടിയത്. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ യാത്രക്കാരന്റെ ട്രോളി ബാഗിന്റെ ഹാൻഡിലും മറ്റും ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്. 3 യാത്രക്കാരിൽ നിന്നുമായി 1,36 ലക്ഷം രൂപ വരുന്ന 2164 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ പ്രയോജനങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടി നടക്കുന്ന വികസിത ഭാരത് സങ്കല്പ യാത്രയ്ക്ക് വടക്കേ പൊയിലൂരിൽ സ്വീകരണമൊരുക്കി. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു കേന്ദ്രം എന്ന അടിസ്ഥാനത്തിൽ 64ാമത്തെ കേന്ദ്രം തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ പൊയിലൂർ G ടവർ പരിസരത്താണ് സ്വീകരണമൊരുക്കിയത്. ഒരു ഗ്രാമത്തിൽ ഒരു കേന്ദ്രം എന്ന അടിസ്ഥാനത്തിൽ 64ാമത്തെ കേന്ദ്രമായ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ പൊയിലൂർ G ടവർ പരിസരത്താണ് സ്വീകരണമൊരുക്കിയത്. VP സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നിരീക്ഷകന്മാരും അതേപോലെ തന്നെ പ്രഗത്ഭ വ്യക്തികളുമെല്ലാം പറഞ്ഞു, നമ്മുടെ രാജ്യം ഭാരതം തകർന്ന് മണ്ണടിഞ്ഞു പോകും, കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളെല്ലാം തന്നെ തയ്യാറായിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, എന്റെ രാജ്യത്തെ ജനങ്ങളെ 140 കോടി വരുന്ന ജനങ്ങളെ പരിരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. തദ്ദേശീയമായി 2 വാക്സിനുകൾ നിർമ്മിച്ച രാജ്യമാണ് ഭാരതം. പണ്ടൊക്കെ നമ്മൾ വസൂരിക്ക് വേണ്ടി കുത്തിവെക്കാറുണ്ടായിരുന്നു. അമേരിക്കക്കാരൻ കുത്തിവെച്ച് 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്കാരന് കുത്തിവെക്കാനുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷെ കോവിഡ് വന്ന് 6 മാസത്തിനുള്ളിൽ കോവിഡിനെതിരായുള്ള 2 വാക്സിനുകൾ, കോവാക്സിനും കോവിഷീൽഡും അതേപോലെ തന്നെ 3ാമത്തെ ബൂസ്റ്റർ ഡോസും കണ്ടുപിടിച്ചുകൊണ്ട് ലോകത്തിലെ ലബോറട്ടറിയാണ് ഭാരതം. ലോകത്തിലെ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശേഷിയും കഴിവും കരുത്തുമെല്ലാം ഭാരതത്തിനുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചിട്ടുണ്ട്. LDM പ്രശാന്ത് അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ AK ഭാസ്കരൻ, സുധാവാസു എന്നിവർ സംസാരിച്ചു. BS ബബിൻ സ്വാഗതം പറഞ്ഞു. വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ അഞ്ജലി, സുരഭി, ഷാജി, ശ്രുതി തുടങ്ങിയവർ ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ വിശദീകരിച്ചു. എല്ലാ അടയാളങ്ങളും ഇല്ലായ്മ ചെയ്യുമെന്നും രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ.
ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ, കണ്ണൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റു വാർത്തകളിലേക്ക്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന മണിപ്പൂരിന്റെ ആയോധന കലയായ താങ്ത ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി ചെമ്പാട് സ്വദേശിനി. 52 കിലോഗ്രാം സീനിയർ വിഭാഗത്തിലാണ് ചെമ്പാട്ടെ ശിശിര സജീവൻ വെങ്കല മെഡൽ നേടിയത്. മനേക്കര സ്വദേശിയായ അലൻ തിലകും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ആദ്യമായാണ് താങ്ത ചാമ്പ്യൻഷിപ്പിൽ കേരളം പങ്കെടുത്തത്. ഇരുപത്തിയൊൻപതാമത് ദേശീയ താങ്ത ചാമ്പ്യൻഷിപ്പാണ് ജാർഖണ്ഡിൽ വെച്ച് നടന്നത്. ആദ്യമായി ചാമ്പ്യൻഷിപ്പിൽ തന്നെ സ്വർണം ഉൾപ്പെടെ 12 മെഡലുകൾ നേടാൻ കേരളത്തിനായി. താഴേച്ചമ്പാട് കണ്ണോത്തുമീത്തൽ സജീവൻ ശ്രീജ ദമ്പതികളുടെ മകൾ KM ശിശിര കേരളത്തിനു വേണ്ടി വെങ്കല മെഡൽ നേടി. ചെറുപ്പത്തിൽ തന്നെ ചമ്പാട് വാച്ചാലി ശ്രീജയൻ ഗുരുക്കൾ സ്മാരക കേരള കളരി സംഘത്തിൽ വിദ്യാർത്ഥിനിയായിരുന്നു ശിശിര. ഇതേ കളരിയിലെ അലൻ തിലകും താങ്ത ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. താങ്ത ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. കളരി അഭ്യസിക്കുന്നുണ്ട് ശ്രീജയൻ ഗുരുക്കൾ കേരള കളരി സംഘത്തിൽ. 10 വർഷം കളരി അഭ്യസിച്ചു. പിന്നെ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നെയും കളരി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് താങ്തനെ പറ്റി അറിയുന്നത്. അപ്പോൾ മട്ടന്നൂർ വെച്ചിട്ടൊരു സെലക്ഷൻ ക്യാമ്പ് നടത്തിയിരുന്നു. അതിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ രണ്ടുപേരും മത്സരിച്ച് ജാർഖണ്ഡിൽ റാഞ്ചിയിൽ വെച്ചിട്ടായിരുന്നു മത്സരം. മട്ടന്നൂർ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററായ നാഷണൽ വേൾഡ് ഗ്രാൻഡ് മാസ്റ്ററായ രുദ്രം പ്രയാൻകുമാർ സാറാണ് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സജീവൻ ഗുരുക്കൾക്കും എൻ്റെ അച്ഛനും വത്സതിലകനും അവിടുന്ന് മാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുത്തിരുന്നു. അവരാണ് 2 മാസം നമ്മളെ ഇവിടെ കളരിയിൽ പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഇതിലാണ് നമ്മൾ. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ വത്സതിലകന്റെയും രമാദേവി ദമ്പതികളുടെയും മകനാണ് അലൻ. വത്സതിലകനും സജീവനും കളരി ഗുരുക്കന്മാരുമാണ്. ആദ്യം താങ്ത അഭ്യസിച്ച ശേഷം ഇരുവരും മക്കളെ അഭ്യസിപ്പിക്കുകയായിരുന്നു. ലോക ഗ്രാൻഡ് മാസ്റ്റർ പ്രേംകുമാർ സിംഗിൽ നിന്നും നേരിട്ടാണ് ഇരുവരും താങ്ത അഭ്യസിച്ചത്. അടുത്ത ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാകുമെന്ന് ഇരുവരും പറയുന്നു. പങ്കെടുക്കാൻ വേണ്ടി നവംബർ 22-ാം തീയതി നാഷണൽ മത്സരം ജാർഖണ്ഡിൽ വെച്ച് നടക്കുകയായിരുന്നു. അവിടെ എത്തി. അവിടെ നിന്നാണ് നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 24 മുതൽ 27 വരെ മത്സര പരിപാടിയായിരുന്നു. 3 ദിവസം വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ വെച്ചിട്ടാണ് നമ്മൾ 29ാമത്തെ നാഷണൽ മത്സരത്തിലാണ് കേരളം ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പിന്നെ 38 പേര് അടങ്ങുന്ന നമ്മുടെ ടീമിൽ ഏകദേശമല്ല 12 പേർക്ക് മെഡൽ കിട്ടുകയും അതിൽ ഒരാൾക്ക് ഗോൾഡ് മെഡലും 2 പേർക്ക് സിൽവറും ബാക്കി 9 പേർക്ക് ബ്രോൺസ് മെഡലും കിട്ടിയിട്ടുണ്ട്. അതൊരു വളരെ അഭിമാനകരമായിട്ടാണ് അന്ന് പിന്നെ ഗ്രാൻഡ് മാസ്റ്ററും നമ്മുടെ കേരളത്തിന്റെ അസോസിയേഷൻ സെക്രട്ടറി ജീവൻ രാജു പറഞ്ഞിട്ടുള്ളത്. 29ാമത് നാഷണൽ മത്സരമാണ് നടന്നത്. അതിൽ ആദ്യമായിട്ടാണ് കേരളം പങ്കെടുക്കുക. അപ്പോൾ കേരളത്തിലെ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് കണ്ടിട്ട് അവരവിടെ പല സംസ്ഥാനക്കാരും പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളെ എന്താ നിങ്ങളെ ആയോധന കല. അപ്പോൾ നമ്മൾ അന്ന് ഇങ്ങനെ കളരിയിലാണ് കുട്ടികൾ, കളരി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കളരിയിൽ താല്പര്യമുണ്ടായിട്ട് പലരും അന്വേഷിച്ചു, എങ്ങനെയാണ് കളരി പഠിക്കാൻ പറ്റുക, നമുക്ക് ഇവിടെ വന്നാലാണ് ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളതെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ കളരീൻ്റെ ഒരു മികവും കൂടിയാണ് നമ്മൾ ഈ കേരളത്തിന് കിട്ടിയ 12 മെഡൽ കിട്ടിയത്. അപ്പോൾ പിന്നെ കളരിയാണ് നമ്മളെ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടാനുള്ള കാരണം. സർഗാത്മകമായ കലാലയ കാലത്തെ ഓർത്തും യൂണിയൻ പ്രവർത്തനാനുഭവങ്ങൾ പങ്കിട്ടും ബ്രണ്ണനിലെ പൂർവ്വകാല സാരഥികൾ. കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന മുൻമന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ബ്രണ്ണനിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മാധ്യമപ്രവർത്തകരുടെ സംഗമവും നടന്നു. ബ്രണ്ണൻ അലയുടെ ഭാഗമായാണ് ഓഡിറ്റോറിയത്തിൽ പൂർവ്വ സാരഥി സംഗമവും മാധ്യമപ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചത്. ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ വന്ന മന്ത്രി CH മുഹമ്മദ് കോയക്കെതിരെ വഴിനീളെ വിദ്യാർത്ഥികൾ കരിങ്കൊടി ഉയർത്തിയതും ചീമുട്ടയെറിഞ്ഞതും ഓർത്തെടുത്ത ബാലൻ CHന്റെ ഉജ്ജ്വലമായ പ്രസംഗം കഴിഞ്ഞപ്പോൾ CHന് സിന്ദാബാദ് വിളിച്ചുപോയതും പ്രസംഗത്തിൽ പങ്കുവച്ചു. ബ്രണ്ണൻ കോളേജിന് സമീപം ഒരു ശ്മശാനമുണ്ടെങ്കിൽ അവിടെ അന്തിയുറങ്ങാനാണ് ആഗ്രഹമെന്നും K ബാലൻ കൂട്ടിച്ചേർത്തു. സജീവ് മാറോളി അധ്യക്ഷനായി. AN പ്രദീപ് കുമാർ സ്മാരക കലാലയ കവിതാ അവാർഡ് അബ്ദുൾ റസാഖിന് മുൻ MLA ജെയിംസ് മാത്യു സമ്മാനിച്ചു. TV ചന്ദ്രമോഹൻ, പ്രിൻസിപ്പൽ J വാസന്തി, യൂണിയൻ ചെയർമാൻ K താരാനാഥ്, VK സുരേഷ് ബാബു, ഡോക്ടർ A വത്സലൻ, T അനിൽ, KV മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ മാധ്യമപ്രവർത്തകരുടെ സംഗമം പത്രപ്രവർത്തകൻ V രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ജഗന്നാഥ വേദിയിലെത്തിയപ്പോൾ കുറേ കലാപകാരികൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കഠിനമായി ആക്രമിക്കുകയുണ്ടായി. നട്ടല് കൊട്ടിപ്പിടി. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. കാരണം ഉപ്പാനെ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. കാരണം ഉപ്പ ഈ തൊപ്പിയിട്ടിട്ടാണ്, കറുത്ത തൊപ്പിയിട്ടിട്ടാണ്, അതുകൊണ്ട് മനസ്സിലാക്കും. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാം. കാരണം ഞാൻ ഇടതോട്ടാണ് തുണി എടുക്കുന്നത്, അതുകൊണ്ട് എന്നെ മനസ്സിലാക്കില്ല. BB പരമേശ്വരൻ അധ്യക്ഷനായി. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, K ബാലകൃഷ്ണൻ, ഡോക്ടർ A വത്സലൻ, T അനിൽ, ജയകൃഷ്ണൻ നരിക്കുട്ടി, അനീഷ് പാതിരിയാട്, സദാനന്ദൻ കുയിലൂർ, മനോഹരൻ മൊറായി, VP ചാത്തു, നാഷിഫ് അലിമിയാൻ, സഞ്ജീവൻ അഴീക്കോട്, K സജീവൻ, പ്രകാശൻ പുതിയട്ടി, ദിനേശൻ കരിപ്പള്ളി, M ഷാജി, K വിജേഷ്, മാങ്ങാട് രത്നാകരൻ, MB പ്രശാന്ത്, മൊയ്തു വാണിമേൽ എന്നിവർ സംസാരിച്ചു. പുത്തൂരിലെ സോഷ്യലിസ്റ്റ് നേതാവും PR ഗ്രൂപ്പിന്റെ അടുത്ത അനുയായിയുമായിരുന്ന K കുമാരൻ മാസ്റ്ററുടെ 23ാം ചരമവാർഷികം ആചരിച്ചു. KP മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ RJD നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. KP മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ RJD നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. PR മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന കുമാരൻ മാസ്റ്ററും കൂടി കാരണമാണ് അവിടെ എല്ലാവർക്കും പ്രവേശനം സാധിച്ചത്. അന്നത്തെ കാലഘട്ടത്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും PRനോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അധ്യാപന വൃത്തിയടക്കം നന്നായി ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ കുമാരൻ മാസ്റ്ററെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. KP ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കുമാരൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ നടന്ന
കേരളത്തിൽ ആദ്യമായി എല്ലാവരും വോട്ട് ചെയ്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾക്കൊള്ളുന്ന വാർഡിലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സഖാവ് കുമാരൻ മാഷ്. നെടുനാടി നാമത്ത് കുമാരൻ മാഷ് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കെ കുമാരൻ മാഷ് എന്നാണ്. ഒ മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. ടി എച്ച് നാണു സ്വാഗതം പറഞ്ഞു. രവീന്ദ്രൻ കുന്നോത്ത്, കരുവാങ്ങണ്ടി ബാലൻ, ഒ പി ഷീജ, കെ പി റിനിൽ, കെ പി പ്രമോദ്, എം വി സുരേഷ് എന്നിവർ സംസാരിച്ചു. അൺടോൾഡ് സ്റ്റോറി ചിത്ര പ്രദർശനത്തിന്റെ 2ാമത് എഡിഷൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. കവിയും കൊറിയോഗ്രാഫറുമായ കൊപ്പം വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു നിമിഷം വേദി 46ാമത്തെ അല്ലേ 46ാമത്തെ ഇതാണ് വർക്ക്ഷോപ്പാണ് പരിപാടികൾ നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ 46ാമത്തെ ഈ സ്ഥാപനത്തിന്റെയും 46ാമത്തെ എന്ന് പറയുന്നത് വളരെ സന്തോഷം. അതുമാത്രമല്ല, ഇന്ത്യയില് ആദ്യമായിട്ടൊരു പഞ്ചായത്ത് ആർട്ട് ഗാലറി എന്നുള്ള ഒരു സംഭവം, അതൊരു സംഭവം തന്നെയാണ്. കാരണം പല പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു അസൽ മാതൃകയാണ് ഇവിടുത്തെ ഈ കതിരൂരത്തെ ഈ ആർട്ട് ഗാലറി. കാരണം ഞാൻ അർത്ഥം വിട്ടുപോയി, ഒരു ആർട്ട് ഗാലറി പഞ്ചായത്തിൽ അത്ര വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ ആ സംഘാടന മികവ്, പ്രത്യേകിച്ചും ഇത്രയും ചിത്രത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല കൂട്ടായ്മ ഈ കതിരൂർ പഞ്ചായത്തിലുണ്ടുള്ള ഒരു ഉദാത്ത മാതൃകയാണ് ഈ ആർട്ട് ഗാലറി എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രിയ ശ്രീലത അധ്യക്ഷയായി. പൊന്നം ചന്ദ്രൻ, സി കെ ഷിബുരാജ്, ശ്രീജിത്ത് വിലാതപുരം, കെ എം ശിവകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രിയ ശ്രീലതയുടെ നേതൃത്വത്തിൽ 33 കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കേരളത്തിലെ പ്രശസ്ത ചിത്രകാരന്മാരാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. 66 ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. ഇതിനു മുൻപ് ചെന്നൈയിലും ഇത്തരത്തിൽ പ്രദർശനം നടത്തിയിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്.
കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാനൂർ സൗത്ത് മണ്ഡലം കൺവെൻഷനും സംഗീത നിശയും സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്ത് ആ ശക്തി തെളിയിച്ചാൽ മാത്രമാണ് നമ്മൾ പാചക തൊഴിലാളികൾക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രയും കാലമായി ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ നമുക്ക് സർക്കാരിൽ നിന്ന് ഇന്നേ വരെയും ഒരു ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരെ കണ്ണിൽ ഇപ്പോഴും നമ്മൾ ശക്തരാണ് എന്നുള്ള ബോധ്യം അവർക്ക് വന്നിട്ടില്ല. സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടില്ല എങ്ങനെ തൊഴിലാളി വർഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ആ തൊഴിലാളി വർഗം ശക്തമായ തൊഴിലാളി വർഗമാണ്, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവർക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ ജനസാന്നിധ്യം അറിയിക്കുകയും ഇതുപോലുള്ള മീഡിയകളിൽ ആ സംഗതിയൊക്കെ അവരുടെ മുന്നിലെത്തുമ്പോഴാണ് ഈ തൊഴിലാളി സംഘടന ശക്തമായ തൊഴിലാളി സംഘടനയാണ്, അപ്പോൾ അവർ പറയുന്ന ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും എന്ന് സർക്കാരിന് തോന്നണമെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ നമ്മുടെ പരിപാടികൾ വമ്പിച്ച വിജയമാക്കി എത്തിച്ചാൽ മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. അതിലിപ്പോൾ നമ്മൾ ഏറ്റവും വിജയമായ ഒരു പരിപാടി അവതരിപ്പിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലും നമ്മുടെ മീഡിയകൾ കെ മുഹസിൻ അധ്യക്ഷനായി. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ മുസ്തഫ ക്ലാസ് എടുത്തു. ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ്, സെക്രട്ടറി സജീവ് ഇരിണാവ്, സജീവ് വിളക്കോട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി ടിൻഡു പി ടോമി ആശ്രിത പദ്ധതി വിശദീകരിച്ചു. കെ റഫീഖ് സ്വാഗതവും ഹാരിസ് ചാലിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത നിശയും അരങ്ങേറി. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ചികിത്സാ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകി വടകര പാർക്കോ ഇക്ര ആശുപത്രിയിൽ ഒരു ദിനം ഒരു സർജറി പദ്ധതി നിലവിൽ വന്നു. അർഹമായ രോഗികൾക്ക് ഓരോ ദിവസവും ഒരു സർജറി വീതം സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് കോഴിക്കോട് ഇക്ര ആശുപത്രി കേന്ദ്രീകരിച്ച് വിജയകരമായി നടത്തിവരുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ദിനം ഒരു സർജറി തീർത്തും സൗജന്യമായി പ്രയാസപ്പെടുന്നവർക്ക് എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേഷൻ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയും അത് ഏറ്റവും അത്യാവശ്യമാണെന്ന് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കാശില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിപ്പോയ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ് ഈ പറയപ്പെടുന്ന ഇമാദ് ചാരിറ്റി എന്ന പേരിൽ 2023 ഏപ്രിൽ മാസം മുതൽ ഇക്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഏകദേശം കഴിഞ്ഞ 8-9 മാസങ്ങളായി ഒരു ദിവസം ഒരു സർജറി എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ് 250-ലധികം സർജറികളാണ് ഇതുവരേക്കും നടന്നിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഇക്രയുടെ കയ്യിലുള്ള കാശ് എന്നതിനപ്പുറത്തേക്കായിക്കൊണ്ട് ഇക്രയിലെ സ്റ്റാഫുകൾ, അത് ഡോക്ടർമാർ മുതൽ ബാക്കി അത് സർജറി ചെയ്യുന്ന ഡോക്ടർ മുതൽ താഴെ ബാക്കിയുള്ള മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ കയ്യിലുള്ള അവരുടെ കപ്പാസിറ്റിയിലുള്ള ഒരു എമൗണ്ട് മാറ്റിവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ സൗകര്യത്തോട് കൂടിയിട്ട് അത് കളക്ട് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ടാണ്. കഴിഞ്ഞ 9 മാസം കൊണ്ട് 250-ലധികം സർജറി എന്നൊക്കെ പറയുമ്പോൾ വളരെ നമുക്കറിയാലോ ഓരോ സർജറിക്കും നമുക്ക് വേണ്ടി വരുന്ന ചിലവ്. അപ്പോൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അത് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർജറീസ്. അത് അതേ അർത്ഥത്തിൽ തന്നെ ഈ പാർക്കോയിലേക്കും വടകര ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൂടി ആ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആലോചന. ഇമാദ് ചാരിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് വടകരയിലും ഈ സ്കീം നടപ്പിലാക്കുന്നത്. ആശുപത്രിയിൽ ലഭ്യമായ സങ്കീർണ ശസ്ത്രക്രിയകളടക്കമുള്ള എല്ലാ ജീവൻ രക്ഷാ സർജറികളും ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാരമതികളുടെ സഹായവും കമ്പനികളുടെ CSR ഫണ്ടുകളും ജനകീയ ഫണ്ട് ശേഖരണവും വഴിയാണ് ഇതിനാവശ്യമായ സാമ്പത്തിക പിൻബലം ഉറപ്പുവരുത്തുന്നത്. സ്കീമിനുള്ള അപേക്ഷകളിൽ കൃത്യമായ പരിശോധനയും പ്രാദേശിക അന്വേഷണവും നടത്തിയ ശേഷം മെഡിക്കൽ ടീം ഉൾപ്പെടുന്ന ചാരിറ്റി ബോർഡാണ് അർഹരെ തിരഞ്ഞെടുക്കുന്നത്. ജാതി മത പരിഗണനകളില്ലാതെ സുതാര്യമായ പ്രക്രിയയിലൂടെയാണ് അർഹത നിശ്ചയിക്കപ്പെടുകയെന്ന് ആശുപത്രി അധികാരികൾ അറിയിച്ചു. ഇതിനായി പ്രൊഫഷണൽ സ്റ്റാഫുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൃത്യമായ കാലയളവിൽ ചാരിറ്റി സ്കീമിന്റെ വരവ് ചിലവ് കണക്കുകൾ ആശുപത്രി പരസ്യപ്പെടുത്തും. നിലവിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾക്ക് പുറമെ ന്യൂറോ സർജറി, പീഡിയാട്രിക് സർജറി, സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ക്രിറ്റിക്കൽ കെയർ വിഭാഗവും കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തി സമീപ ഭാവിയിൽ തന്നെ വൃക്ക മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകൾ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിലുണ്ട്.
രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഇക്രയുടെ പ്രഖ്യാപിത ലക്ഷ്യം വടകര പാർക്കോ ഇക്രയിലും നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി നിരവധി ഇളവുകൾ പരിശോധനയിലും ചികിത്സയിലും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികാരികൾ കൂട്ടിച്ചേർത്തു. ജനുവരി 1 മുതലാണ് വടകര പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ നടത്തിപ്പ് കോഴിക്കോട് ഇക്ര ആശുപത്രി ഏറ്റെടുത്തത്. സാങ്കേതിക മികവ് കൊണ്ട് കടത്തനാട്ടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രി എന്ന നിലയിൽ പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇക്രയുടെ അനുഭവ സേവന പാരമ്പര്യം കാരണമാകുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പാർക്കോ ഗ്രൂപ്പ് ചെയർമാൻ പി അബൂബക്കർ, ഇക്ര ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പിൻസി അൻവർ, JDT ഇസ്ലാം കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ വി ഇദ്രിസ്, പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ദിൽഷാദ് ബാബു, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി നസീർ, JDT ഇസ്ലാം കമ്മിറ്റി ട്രഷറർ CA ഹാരിഫ്, ഇഖ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ മുഹമ്മദ് ജസീൽ, മാനേജർ നൌഫൽ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് മാഹിയിൽ പ്രൗഢോജ്വല സ്വീകരണമൊരുക്കിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. BJP നേതാവ് O രാജഗോപാൽ നടത്തിയ പ്രസ്താവന വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് O രാജഗോപാൽ ചെയ്തതെന്നും EP. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്തെങ്ങും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കണ്ണൂരിൽ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1.5 കോടിയോളം രൂപയുടെ സ്വർണവുമായി 3 പേർ പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.